മീനൊന്നും ഇവിടെ അധികം അങ്ങനെ കിട്ടാത്തത് കൊണ്ട് ചോറിൻ്റെ കറികളൊന്നും അങ്ങനെ രാവിലെ അധികം ദിവസങ്ങളിലും ഉണ്ടാക്കാറൊന്നുമില്ല. ഒരു 11:30 കഴിയുമ്പോഴേ ബാക്കി ജോലികളൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് ഈ ഉച്ചയ്ക്കുള്ള കറികൾ ഉണ്ടാക്കാൻ കയറുള്ളൂ കേട്ടോ. മീനൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതിനെ വെട്ടി വൃത്തിയാക്കണം, അങ്ങനെ കുറച്ച് സമയം പോവുള്ളൂ. ഇത് പിന്നെ പച്ചക്കറികൾ പെട്ടെന്ന് അങ്ങ് അരിഞ്ഞെടുത്താൽ ജോലി അങ്ങ് ആവുമല്ലോ. അങ്ങനെ സാവകാശം ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് സ്കൂളിൽ നിന്ന് മെസ്സേജ് വരുന്നത് ഉച്ചയ്ക്ക് 12 മണി വരെ ക്ലാസ് ഉള്ളൂ, അങ്ങനെ പെട്ടെന്ന് ചെന്ന് വിളിച്ചിട്ട് വരാൻ. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ മഴ സമയം തുടങ്ങിയതുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെറുതായിട്ടായിരുന്നാലും മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കും. പക്ഷെ കുറച്ചൊന്ന് വലുതായിട്ട് പെയ്തു കഴിഞ്ഞാൽ ഈ റോഡിൽ ഇറങ്ങാൻ പറ്റില്ല, രണ്ട് സൈഡും വെള്ളമായിരിക്കും. അപ്പോൾ രാവിലെ ഇത്ര നല്ല മഴയായിരുന്നു, അതിൻ്റെ ഫലമാണ് ഈ രണ്ട് സൈഡിലും റോഡ്. ഞാൻ സ്കൂളിൽ ചെന്ന് നോക്കിയപ്പോൾ അന്ന് വിട്ടുപോയി, സ്കൂളിലോട്ട് പോകുന്ന റോഡിൽ ഫുള്ള് കുളം പോലെ കിടക്കുന്നു കേട്ടോ, രണ്ട് സൈഡും നിറച്ച് വെള്ളം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉച്ച കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല മഴ പെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ചിലപ്പോൾ കളക്ടർ അവധി കൊടുത്തതായിരിക്കും. മിക്ക സ്കൂളുകളിലും ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞു കേട്ടോ. പിന്നെ നേരെ വീട്ടിൽ വന്നിട്ട് റൈസ് കുക്കറിൽ തിളപ്പിച്ച് വെച്ചിരുന്ന ചോറിനെയൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് വാർത്തങ്ങ് എടുത്തു തിളപ്പിച്ച്, പിന്നെ പയറ് മെഴുക്കുവരട്ടി ഏകദേശമൊക്കെ മുക്കാലായി വന്നതിന് ശേഷം ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഓടിപ്പോയത്. സാധാരണ ചേട്ടനാണ് അവരെ വിളിച്ചിട്ട് വരാറ്, അപ്പോൾ ഇന്ന് വേറെ അത്യാവശ്യം ആയതുകൊണ്ട് ചേട്ടന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പോയത്. ബാക്കി മെഴുക്കുവരട്ടിയും ചെയ്തു. പിന്നെ ഇന്ന് വലിയ പച്ചക്കറികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നതാണ് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച പയറും എല്ലാം കൂടി ഇട്ട് ഒരു മെഴുക്കുവരട്ടിയും ഒരു ചമ്മന്തിയും മുട്ട പൊരിച്ചതും അച്ചാറും ഇതൊക്കെ മതിയെന്ന്. തൈരും ഇരിപ്പുണ്ട്. അപ്പോൾ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് മുട്ടയില്ല. ചേട്ടനെ വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ താമസിച്ചേ വരുവുള്ളൂ, ഇനിയിപ്പോൾ മുട്ട വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, നമുക്കിതൊക്കെ തന്നെ ധാരാളം. എല്ലാ ദിവസവും ഒരുപോലെ നമുക്ക് കഴിക്കാൻ പറ്റൂലല്ലോ, ഉള്ളതുകൊണ്ട് ഓണം പോലെ. അങ്ങനെ ചോറ് വെച്ചു, നമ്മുടെ തൈരൊഴിച്ചു, പിന്നെ പച്ചമുളകൊക്കെ വെച്ച് അത്യാവശ്യം എരിയിലും പുളിയിലും ഒരു ചമ്മന്തിയും കരച്ചു. സത്യം പറഞ്ഞാൽ ഈ ചമ്മന്തി മാത്രം ഈ ചൂട് ചോറിൻ്റെ കൂടെ കഴിച്ചാൽ അത് തന്നെ മതി കേട്ടോ, വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. പിന്നെ ഈ വച്ചത് കൊണ്ട് മെഴുക്കുവരട്ടി എടുത്തു, മാങ്ങ അച്ചാറെടുത്തു, ഇത് തന്നെ നമുക്ക് ധാരാളം. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് കഴിക്കാം. ഈ കഴിക്കുന്നതിലും ഓരോരുത്തർക്കും ഓരോ താല്പര്യം കാണും. ചില ആൾക്കാർക്ക് ഓരോ കറി മാത്രം കഴിച്ചിട്ട് ചോറ് പ്രത്യേകം കഴിക്കാനായിരിക്കും താല്പര്യം. എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ് കഴിക്കുന്നത് കേട്ടോ, വെറും ചോറ് കഴിച്ചിട്ട് കറികൾ പ്രത്യേകം എടുത്ത് വയ്ക്കുന്നതാണ്. അങ്ങനെ കഴിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നമ്മുടെ ചോറ് ഇങ്ങനെ എല്ലാ കറികളും കൂട്ടി കഴിക്കുന്ന ടേസ്റ്റ് അങ്ങനെ കിട്ടാറേ ഇല്ല. ഞാനിത് പറയാനുള്ള കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമന്റ് ഇട്ടു, അതിനേക്കാളും നിങ്ങൾ മിക്സിയിൽ അങ്ങ് അടിച്ച് കഴിച്ചാൽ പോരെ, മിക്സിയിൽ കഴിച്ചാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടൂ. എന്തോ എനിക്കറിയില്ല. അടിപൊളി. എന്തായാലും ഇന്നത്തെ ഉച്ചയൂണ് അടിപൊളിയായി.